നോമ്പ് 7 അപ്പോൾ ഞാൻ ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇടിയപ്പത്തിന് ഞാൻ പൊടി ഞാൻ വാട്ടി വെച്ചേക്കണേ കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ ഇടിയപ്പത്തിന് കറി ഒരു മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചാണ് കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സവാളയും തക്കാളിയൊക്കെ കുറച്ച് മതി. ഞാൻ ഒരു ചെറിയ സവാള ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം, ഇത് അരിഞ്ഞ് കൊടുക്കണം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ആ ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുറി തേങ്ങ കംപ്ലീറ്റ് ഒന്നും മുട്ടക്കറിയിലേക്ക് എടുക്കൂല കേട്ടോ, കുറച്ച് മാറ്റി ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിച്ചത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നോമ്പ് ഉറപ്പിക്കൽ ഉണ്ടാക്കിയില്ലേ ചിക്കൻ കൊണ്ടാട്ടം, അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേനും മതി. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇടിയപ്പത്തിനുള്ള കറിക്ക് മുട്ടക്കറിയാണെന്ന് പറഞ്ഞല്ല, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഓഫായിട്ടുണ്ട്. അപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് മുട്ട പുഴുങ്ങാൻ വെച്ചാൽ 2 മുട്ട ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്ക് എടുക്കണതിന് കൂടുതൽ 2 എണ്ണം. ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ സവാള ഞാൻ ഇതിലിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ക്യാരറ്റും സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി റെഡിയാകണ്ട കേട്ടോ. നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ മുട്ടക്കറി റെഡിയായി. സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വേവാനൊന്നുമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വെന്തെടുത്തതാണല്ലോ. പിന്നെ അങ്ങനെ സവാളയും ക്യാരറ്റും മാത്രമേ ഉള്ളൂ. അത് ഈ ചെറിയ തീയിൽ കിടന്ന് പെട്ടെന്ന് വെന്ത് വന്നോളും. ഒരുപാട് വേവിക്കണമെന്നൊന്നുമില്ല. നമുക്കിത് കോഴി മാറ്റാം കേട്ടോ. അങ്ങനെ മുട്ട വെച്ചുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കണതിന് മുമ്പ് ഫ്രൂട്ട്സുകൾ അരിഞ്ഞ് പിന്നെ വെള്ളവും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയ സ്നാക്സ് കൊടുത്ത് വെച്ച് അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉൾപ്പെടുത്താത്തതാണ് നമ്മൾ ഉണ്ടാക്കിയ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.